DIY ഇലക്ട്രോണിക് പ്രോജക്ട്സിന് വളരെയധികം ഹാൻഡി ആയിട്ട് വരുന്ന Arduino IoT Cloudൻ്റെ ഒരു പുതിയ ഫീച്ചറാണ് ഷെഡ്യൂളർ. ഈ ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇത് നമ്മുടെ DIY പ്രോജക്ട്സിന് എങ്ങനെ യൂസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഒരു Arduino Nano ESP32 എന്ന് പറയുന്ന ബോർഡാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു വൈഫൈ ചിപ്സെറ്റ് ഉണ്ട്. ഈ ബോർഡ് മാത്രമല്ല, വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഏത് Arduino ബോർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, Arduino തന്നെ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ബോർഡ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ് ബോർഡ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ബോർഡ്സ് എല്ലാം വെച്ചിട്ട് വൈഫൈ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. Arduino IoT Cloud നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ. Arduino IoT Cloud വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ വഴി നമ്മുടെ വീട്ടിലുള്ള ഓരോ അപ്ലയൻസസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഓരോ ആപ്ലിക്കേഷൻസിനും അത് മാത്രമല്ല IoT ലെവലിലുള്ള റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് ടൈപ്പ് പ്രോജക്ട്സ് വേണമെങ്കിലും നമുക്ക് Arduino IoT Cloudും വൈഫൈ എനേബിൾഡ് ബോർഡ് വെച്ചും ചെയ്യാൻ പറ്റും. Arduino ഇപ്പോൾ റിലീസ് ചെയ്ത ക്ലൗഡ് ഷെഡ്യൂളർ എന്ന് പറയുന്ന ഫീച്ചർ ഒരു ഹെൽപ്ഫുൾ അസിസ്റ്റൻറ്റ് പോലെയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്യാനും ഇന്ന സമയത്ത് ഒരു ടാസ്ക് ഇനീഷ്യേറ്റ് ചെയ്യാനും പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 6 മണിക്ക് ശേഷം ലൈറ്റ് ഓൺ ആക്കുക, 10 മണിക്ക് ശേഷം ലൈറ്റ് ഓഫ് ആക്കുക. അപ്പോൾ ആദ്യം ഈ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് Altium PCB ഡിസൈനർ എന്ന് പറയുന്ന ടൂളിനകത്താണ്. ഇതിനകത്ത് നമ്മുടെ ഹോബി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് വരും. നമ്മുടെ പ്രോജക്റ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും ഈ ഒരു സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മുടെ ഹോബി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും PCB ഡിസൈൻ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലെവൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PCBs ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഈ Altium എന്ന് പറയുന്ന PCB ഡിസൈനർ വെച്ചിട്ട് അതിനകത്ത് ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഉണ്ട്, ഒരുപാട് യൂസർ ഫ്രണ്ട്ലി സർവീസസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ല നല്ല PCBs ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് 6 മാസത്തേക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും ഫോൺ നമ്പർ മാത്രം മതി. അതുപോലെ തന്നെ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സർവീസാണ് Altium 365 എന്ന് പറയുന്ന സർവീസ്. ഒരു ക്ലൗഡ് ബേസ്ഡ് സർവീസാണ്. അതിനകത്ത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഓൺലൈനായിട്ട് ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കി അതിനകത്ത് ഷെയർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉള്ള ഒരു ടൂളാണ് Altium PCB ഡിസൈനർ. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ട്രയൽ വേർഷൻ യൂസ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിന് ഞാനൊരു 12 വോൾട്ട് DC പമ്പായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ ഒരു 12 വോൾട്ട് DC അഡാപ്റ്റർ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മളൊരു 7805 വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് ഒരു സ്റ്റഡി 5 വോൾട്ട് DC സപ്ലൈ ഔട്ട്പുട്ട് വരുന്നു. ഇത് നമുക്ക് ഈ ഒരു സർക്യൂട്ടിനകത്ത് പല പല പോയിന്റിൽ യൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഇൻഡിക്കേറ്റർ LEDസും യൂസ് ചെയ്യുന്നുണ്ട്. അത് ട്രബിൾ ഷൂട്ടിങ്ങിന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കൂടാതെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 2 സ്വിച്ചസ് ഉണ്ട് അല്ലേ. ഒരു BC547ഉം അതുപോലെ തന്നെ ഒരു MOSFET IRF 520 എന്ന് വെച്ച് വർക്ക് ചെയ്യുന്ന 2 സ്വിച്ചസ് ഉണ്ട്. ഈ 2 സ്വിച്ചസിൽ നമുക്ക് 2 ഡിവൈസസ് കണക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഒരു BC547 ട്രാൻസിസ്റ്റർ വെച്ച് റൺ ചെയ്യുന്ന ഒരു ബസറും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പമ്പ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ MOSFETിലേക്കായിരിക്കും. MOSFET വേണമെങ്കിലും റിലേ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് MOSFET ആയിരിക്കും. റിലേയിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഡിവൈസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൾബോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആ ഒരു 220 വോൾട്ട് റിലേയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇതാണ് സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ടിനെ നമ്മളൊരു ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു PCBയിലായിരിക്കും. സോ ഈ കാണുന്നതാണ് ഞാൻ ഡിസൈൻ ചെയ്ത PCB. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ഡുവൽ ലെയർ PCB ആണല്ലേ. ഇതിൻ്റെ മുകളിലും താഴെയും റൗട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്ക് Altium PCB ഡിസൈനർ വെച്ചിട്ട് PCB ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. സോ ആദ്യം അത് കണ്ടിട്ട് തിരിച്ച് ഈ വീഡിയോയിലേക്ക് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ കമ്പോണൻസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കമ്പോണൻസിൻ്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഒക്ടോപാർട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഒക്ടോപാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് സെർച്ച് എഞ്ചിനാണ്. അതിനകത്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള കമ്പോണൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു കമ്പോണൻസിൻ്റെ അവൈലബിലിറ്റി, പ്രൈസിങ്, അതുപോലെ ഡേറ്റ ഷീറ്റ്, ഒരു കമ്പോണൻറ്റിനെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. സോ ഇത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഈ ഒക്ടോപാർട്ട് എന്ന് പറയുന്ന സൈറ്റ് നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സൈറ്റാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
സോ ഗൈസ് ബേസിക്കലി സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് ഞാൻ എൻ്റെ Altium 365 വർക്ക് സ്പേസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല എൻ്റെ എല്ലാ പ്രോജക്റ്റും Altium 365 വർക്ക് സ്പേസിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഈ സർക്യൂട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് Arduino IoT ക്ലൗഡിലാണ്. Arduino IoT ക്ലൗഡ് നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് Arduino IoT ക്ലൗഡ് സൈറ്റിൽ കയറിയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ Arduino IoT ക്ലൗഡിൻ്റെ വർക്ക് സ്പേസ്. ഇവിടെ നമുക്ക് തിങ്സിൻ്റെ അടിയിൽ 2 പ്രോജക്റ്റ് കാണാം. ഇതിൽ സ്മാർട്ട് പ്ലാന്റ് വാട്ടറിംഗ് ഷെഡ്യൂളർ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റ്. ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റുള്ള വേരിയബിൾസും അസോസിയേറ്റഡുള്ള ബോർഡും നെറ്റ്വർക്കും എല്ലാം കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരൊറ്റ ക്ലൗഡ് വേരിയബിളേ ഉള്ളൂ അല്ലേ, ക്ലൗഡ് ഷെഡ്യൂൾ വേരിയബിൾ. അതിൻ്റെ പേര് ഷെഡ്യൂളർ എന്നാണ്. അത് വേരിയബിളിൻ്റെ പേരാണ് ഷെഡ്യൂളർ. അതുകൂടാതെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബോർഡെന്ന് പറയുന്നത് നാനോ ESP, അതായത് Arduino നാനോ ESP32 ബോർഡാണ്. അതുകൂടാതെ നമ്മുടെ ബോർഡിന് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നെറ്റ്വർക്കിംഗ് കോൺഫിഗറേഷനകത്ത് നമ്മുടെ വൈഫൈയുടെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ആദ്യം ഡാഷ്ബോർഡിൻ്റെ ടാബിൽ പോവുക. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ ഒരു ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എത്ര നേരം ഓൺ ആവണം, എപ്പോൾ ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ടേൺ ഓൺ ഡ്യൂറേഷൻ 4 സെക്കൻഡ്, അതുപോലെ റിപ്പീറ്റ് എവറി 4 മിനിറ്റ് ആണ്. അതായത് ഓരോ മിനിറ്റും 4 സെക്കൻഡ് ഓൺ ആവും. ഓക്കെ, ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഡൺ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് തിങ്സിൽ പോവുക, നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സ്കെച്ച് ഓപ്പൺ ചെയ്യുക. ഈ കോഡിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ അറിയാം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഷെഡ്യൂളർ എന്ന് പറയുന്ന ക്ലൗഡ് ഷെഡ്യൂൾ വേരിയബിൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ സെറ്റപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെല്ലാം ഔട്ട്പുട്ട് പിന്നാണെന്ന് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ നേരത്തെ സർക്യൂട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു അല്ലേ 3 പിന്നുണ്ട്. 3 പിൻ നമ്മൾ BJTയിലും അതുപോലെ റിലേയിലും മോസ്ഫെറ്റിലും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള പിൻ നിങ്ങൾക്ക് പമ്പിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയും കോഡ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡ് വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുകയും Arduino IoT ക്ലൗഡിലേക്ക് കണക്ട് ചെയ്യുകയും നമ്മൾ പറഞ്ഞു കൊടുത്ത വേരിയബിൾസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഈ ഷെഡ്യൂളർ എന്ന് പറയുന്ന വേരിയബിളിന് മാറ്റം വരുന്നതിനനുസരിച്ച് താഴത്തെ ഇഫ് എൽസ് കണ്ടീഷൻ റൺ ചെയ്യും. സോ ഷെഡ്യൂളർ ആക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഷെഡ്യൂളർ ഓൺ ആണെങ്കിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന സെറ്റ് ഓഫ് കോഡ്സ് റൺ ചെയ്യും. പിൻ നമ്പർ 953 ഓൺ ആവുകയും അതുപോലെ ഷെഡ്യൂളർ ആക്ടിവേഷൻ എന്ന് പറയുന്ന മെസ്സേജ് വരികയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ പിന്നുകൾ ഓഫ് ആവുകയും ഷെഡ്യൂളർ ഡീആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് സീരിയൽ മോഡിൽ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡിലേക്ക് കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്യുക, പമ്പ് എല്ലാം കണക്ട് ചെയ്യുക, പമ്പിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വാൽവ് കണക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഷെഡ്യൂളർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സൈഡിൽ ഞാൻ മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് ടൈമാണ് ഈ കാണുന്നത്. ഇപ്പോൾ 6 മണി 48 മിനിറ്റ് അതുപോലെ 56 സെക്കൻഡും ആയല്ലേ. അടുത്ത മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെഡ്യൂളർ ആക്ടിവേറ്റ് ആവുകയും പമ്പ് ഓൺ ആവുകയും ചെയ്യും. കറക്റ്റ് 4 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓഫ് ആവുകയും ചെയ്യും. സോ ബേസിക്കലി ഇങ്ങനെയാണ് ഒരു ഷെഡ്യൂളർ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.